അബിക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എണ്ണപ്പലഹാര പ്രിയർ അറിയാൻ ദുരന്തം കൈയെത്തിപ്പിടിക്കരുത്, അറിയണം ഇതെല്ലാം. കഴിഞ്ഞ ദിവസമാണ് കൊല്ലത്ത് നിന്നും പ്ലാസ്റ്റിക് ഉരുക്കി ചേർത്ത് പലഹാരം ഉണ്ടാക്കിയതിനെ തുടർന്ന് ബേക്കറീസ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് എന്നേക്കുമായി അടച്ചുപൂട്ടിയത്. എന്നാൽ ഒരു കട അടച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ലൈസൻസ് റദ്ദാക്കിയത് കൊണ്ടോ മാത്രം പ്രശ്നങ്ങൾ അവിടെ തീരുന്നില്ല. ആരോഗ്യത്തിന് വളരെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്കാണ് പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ എത്തിപ്പെടുന്നത്. ഉഴുന്നുവടയും പഴംപൊരിയും ഉള്ളിവടയും എല്ലാം പൊരിക്കാൻ ഇത്രയും കാലം ഉപയോഗിച്ചിരുന്ന പ്ലാസ്റ്റിക് ഉരുക്കി ചേർത്ത എണ്ണയാണ് എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. അത് മാത്രവുമല്ല, പ്ലാസ്റ്റിക് ചേർത്ത പലഹാരങ്ങൾ കഴിക്കുന്നതിലൂടെ അത് ആരോഗ്യത്തെ വളരെയധികം തന്നെ ഗുരുതരമായി ബാധിക്കുകയും ചെയ്യും എന്നും ആരോഗ്യ വകുപ്പ് അധികൃതർ കൂട്ടിച്ചേർക്കുന്നു. ക്യാൻസർ ഉൾപ്പെടെയുള്ള ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഇതിന്റെ ഫലമായി ഉണ്ടാകുക. നാട്ടുകാർ ഇക്കാര്യം കണ്ടെത്തിയോടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും കടയ്ക്ക് താഴിടുകയും ചെയ്തു. ഇത്തരത്തിലുള്ള ഗുരുതരമായ വീഴ്ചയെക്കുറിച്ചും അതുണ്ടാക്കാൻ ഇടയുള്ള ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും പ്രമുഖ ENT സർജനും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ മുൻ സംസ്ഥാന പ്രസിഡന്റുമായ ഡോക്ടർ സുൽഫി ചില കാര്യങ്ങൾ വിശദീകരിക്കുന്നു. 1. പ്ലാസ്റ്റിക് ഉരുക്കി ചേർത്ത എണ്ണ ഉപയോഗിച്ചാൽ ഉണ്ടാകാനിടയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് പ്ലാസ്റ്റിക് ലയിപ്പിച്ച എണ്ണ ഉപയോഗിക്കുന്ന വഴി ഉണ്ടാകുന്നത്. ഏറ്റവും അടിസ്ഥാനപരമായി പറയുകയാണെങ്കിൽ ക്യാൻസറോജിക് ആയി മാറുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ക്യാൻസർ ഉണ്ടാകുന്ന തരത്തിലാണ് ഇത് എത്തുന്നതിനാൽ അത്യന്തം അപകടകരമായ അവസ്ഥയാണ് ഇതുവഴി സൃഷ്ടിക്കുന്നത്. അത് തന്നെയാണ് ഏറ്റവും ഗുരുതരമായ അവസ്ഥയും. അതുവഴി ആരോഗ്യം വളരെയധികം പ്രതിസന്ധിയിലേക്ക് എത്തുകയും ചെയ്യുന്നു. രണ്ടാമതായി, എണ്ണയിൽ പ്ലാസ്റ്റിക് ഉരുകി ചേരുമ്പോൾ അത് ഏതൊക്കെ തരത്തിലുള്ള പ്രതിപ്രവർത്തനമാണ് ഉണ്ടാക്കുന്നത്? പ്ലാസ്റ്റിക് എണ്ണയിൽ ഉരുകി ചേരുമ്പോൾ അത് പൂർണ്ണമായും അതിലേക്ക് ദ്രവിച്ചു ചേരുക എന്നതാണ്. മാത്രവുമല്ല, പ്ലാസ്റ്റിക് കത്തുമ്പോൾ പുക ശ്വസിക്കുന്നതും പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് ശരീരത്തിൽ ഉണ്ടാക്കുന്നതുമായ ആഘാതങ്ങൾ ഇരട്ടിയായിരിക്കും. ഇത്തരത്തിൽ നമ്മുടെ അകത്ത് ചെല്ലുന്ന പ്ലാസ്റ്റിക്കുകൾ ഉണ്ടാക്കുന്ന പാർശ്വഫലങ്ങൾ ഇതെല്ലാം തന്നെ വളരെയധികം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ മനുഷ്യരിൽ ഉണ്ടാക്കും എന്നതിൽ സംശയം വേണ്ട. ക്യാൻസറുകൾ പോലെയുള്ള രോഗാവസ്ഥകളും കൂടാതെ കുട്ടികളിൽ ജനന വൈകല്യങ്ങളും എൻഡ്രോക്രൈൻ അതായത് ഹോർമോൺ അസന്തുലിതാവസ്ഥ മുതൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്കുള്ള പാത തുറക്കുകയാണ് ഇതുവഴി ചെയ്യുന്നത്. 3. കൊച്ചുകുട്ടികൾ, ഗർഭിണികൾ എന്നിവരുടെ ആരോഗ്യത്തെ എത്രത്തോളം ഇത് ബാധിക്കും? കൊച്ചുകുട്ടികളിലും ഗർഭിണികളിലുമാണ് ഇതിന്റെ പ്രത്യാഘാതം കൂടുതലായി ഉണ്ടാകാൻ സാധ്യത ഉള്ളത്. ജനന വൈകല്യം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ, ഹോർമോൺ അസന്തുലിതാവസ്ഥ എന്നിവയെല്ലാം തന്നെ ബാധിക്കും. അതിഭീകരമായ, നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നതിനേക്കാൾ കൂടുതൽ ഗുരുതരമായ അവസ്ഥയാണ് ഇത്. ശരീരത്തിലുള്ള വിവിധ ഹോർമോണുകൾ, തൈറോയ്ഡ് ഹോർമോണുകൾ, ഓവറീസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ, തലച്ചോറ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ മുതൽ എല്ലാ തരത്തിലുള്ള ഹോർമോണുകളെയും ഇത് ബാധിക്കുന്നു. കുട്ടികളിൽ ജന്മനാൽ തന്നെ വൈകല്യങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയും വളരെയധികം കൂടുതലാണ്. 4. നിലവിൽ ഏതെങ്കിലും തരത്തിലുള്ള രോഗാവസ്ഥ ഉള്ളവരിൽ എത്രത്തോളം ശ്രദ്ധിക്കണം? ഇപ്പോൾ ഈ ഭക്ഷണം കഴിച്ചവരിൽ ശ്രദ്ധിക്കേണ്ടതായി എന്തെങ്കിലും ഉണ്ടോ? ഇത്തരത്തിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഇത്തരം വൃത്തിഹീനവും മാലിന്യസമമായ അന്തരീക്ഷത്തിൽ നിന്നുമുള്ള ഭക്ഷണം പാടെ ഒഴിവാക്കുക എന്നതാണ്. മാത്രവുമല്ല, ഇത്തരം കടകൾ നിർബന്ധമായി ഇടയ്ക്കിടെ പരിശോധനകൾ നടത്തേണ്ടതുമാണ്. ഇത്തരത്തിലുള്ള അപകടകരമായ കാര്യങ്ങൾ ശരീരത്തിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ അതിന്റെ പാർശ്വഫലങ്ങളെ പിന്നീട് നേരിടുക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അല്പം കൂടി ജാഗ്രത പുലർത്തേണ്ടത് അനിവാര്യമാണ് എന്നും ഡോക്ടർ പറഞ്ഞു വെക്കുന്നു. ഈ വീഡിയോ പൊതുജനങ്ങൾക്കായി ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. താങ്ക് യു.